മലയാളം ബിഗ് ബോസുമായി അല്ലെ അതിൻ്റെ അണിയറയിൽ നടക്കുന്ന കാര്യങ്ങളുമായി അഖിൽ മാരാർ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് അഖിൽ മാരാരുടെ ഒരു ലൈവ് വന്നിരിക്കുകയാണ്. ആ ലൈവിൽ അഖിൽ മാരാർ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിൽ അഖിൽ മാരാർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഏഷ്യാനെറ്റ് പോലെയുള്ള അല്ലെ ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലുള്ള വമ്പൻ പ്രസ്ഥാനം, ഞാൻ അതിൻ്റെ ചെറിയൊരാളാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അവർ മനസ്സിലാക്കുകയും ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ അഖിൽ മാരാർ പറഞ്ഞതിലുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവർ തയ്യാറായി എന്നുള്ളൊരു വാർത്തയാണ് അഖിൽ മാരാർ പറഞ്ഞത്. അപ്പോൾ അഖിൽ മാരാരുടെ പ്രസ്താവന വലിയൊരു ചർച്ചയിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ പോയിരുന്നു. അണിയറയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് അഖിൽ മാരാർ പുറത്ത് ഒരു ലൈവിലൊക്കെ വന്ന് സംസാരിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കുറേ ആൾക്കാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല അഖിൽ മാരാർ രണ്ടാമതൊരു കാര്യം പറയുന്നത്, സിബിനെ വീണ്ടും ബിഗ് ബോസിലേക്ക് ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ക്ഷണിച്ചു. സിബിന് ബിഗ് ബോസിന് അനുകൂലമായിട്ട് പറയണം എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സിബിനെ വിളിച്ചു. പക്ഷേ സിബിൻ ആ ഒരു കാര്യത്തെ അംഗീകരിച്ചില്ല. സിബിൻ ആ വിളിയെ നിരസിച്ചുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു സിബിൻ എന്ന് അഖിൽ മാരാർ ആ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അഖിൽ മാരാരുടെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലൊക്കെ നേരത്തെ വലിയ ചർച്ചയായിരുന്നു. അതിലെന്തേ വാസ്തവമുണ്ടോ, അതിലെന്തേ സത്യസന്ധമായ കാര്യമുണ്ടോ, അഖിൽ മാരാർ പറഞ്ഞത് കളവാണോ എന്നൊക്കെ ഉള്ള ഒരു അന്വേഷിക്കാനുള്ള ഡിസ്നി ഹോട്ട്സ്റ്റാർ പോലുള്ള വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് നിന്നും ഒരു അന്വേഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ അഖിൽ മാരാർ ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ലൈവാണ് ഇപ്പോൾ ഒരു വലിയ ചർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളുമായി നമുക്ക് ഉടനെ വരാം. എന്തായാലും അഖിൽ മാരാർ മറ്റു കാര്യങ്ങളുമായി അഖിൽ മാരാർ തന്നെ നേരിട്ട് വരും എന്ന് നമുക്ക് കണക്കാക്കാം.